നമുക്കപ്പോൾ റൂബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ബേസായിട്ട് നമുക്ക് റൂബിക്സ് ക്യൂബിനെ പഠിക്കുമ്പോൾ നമുക്കറിയാം ടോപ്പ്, ഫ്രണ്ട്, റൈറ്റ്, ലെഫ്റ്റ്, ബാക്ക്, ബോട്ടം, അങ്ങനെ 6 ഭാഗമുണ്ടെന്ന് നമുക്കറിയാം, 6 നിറങ്ങളുണ്ടെന്നറിയാം. അപ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാമെന്ന് പഠിക്കാം. ഞാൻ ഷഫിൾ ചെയ്തിരുന്നു. അപ്പോൾ ഒന്ന് ഷഫിൾ ചെയ്തു. നമുക്കിനി തുടങ്ങേണ്ടത് മഞ്ഞ നമ്മൾ ടോപ്പിൽ പിടിച്ചുകൊണ്ടാണ് തുടങ്ങാൻ പോണത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ഈ മഞ്ഞയ്ക്ക് ഒരു പ്ലസ് ആയിട്ട് വൈറ്റ് കൊണ്ടുവരണം. ഇവിടെ വൈറ്റ്, ഇവിടെ വൈറ്റ്, ഇവിടെ വൈറ്റ്, ഇവിടെ വൈറ്റ്, അങ്ങനെ ഒരു പ്ലസ് വൈറ്റ് കൊണ്ടുവരണം. ഇവിടെ 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 വെള്ള കൊണ്ടുവരിക എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ എവിടെയൊക്കെയാണ് വെള്ളം ഇരിക്കുന്നതെങ്കിൽ അതവിടെ കൊണ്ടുവരിക. അത് നമ്മുടെ യുക്തി പോലെ ഉപയോഗിക്കേണ്ടതാണ്. നമ്മൾ റൂബിക്സ് ക്യൂബ് ഷഫിൾ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ അതൊക്കെ നമ്മുടെ യുക്തി പോലെ ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമുക്ക് വെള്ളേനെ ഈ 4 ഭാഗത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്ലസ് കിട്ടും വെള്ളയുടെ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. വെള്ളം എവിടെ ഇരിക്കും നോക്കാം. അടിയിലൊരു വെള്ളയുണ്ട്, ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചാൽ മതി. പിന്നെ ഇവിടെ ഒരു വെള്ളയുണ്ട്, അതിന് നമുക്ക് അടിയിലേക്കൊന്ന് മാറ്റിയിട്ട് അടിയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതിനെ ഇങ്ങോട്ട് തിരിച്ചാൽ മതി. ഇവിടെ ഈ സെൻറ്റർ പീസ് മാത്രം നോക്കിയാൽ മതി. ഈ കോർണറൊന്നും ഇപ്പോൾ നോക്കണ്ട. പറയണ സെൻറ്റർ ഒരു പ്ലസ് പോലെ വൈറ്റ് കൊണ്ടുവരാം. 2 കിട്ടി. 2 സെൻറ്റർ നോക്കുക എവിടെ ഇരിക്കുന്നു. ഇവിടെ സെൻറ്റർ ഇരിക്കുന്നു, ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ ഒരു വൈറ്റ് കൊണ്ടുവരണം. ഓക്കെ, വൈറ്റ് അടിയിലിരിക്കുന്നുണ്ട്. അടിയിലത്തെ വൈറ്റിനെ ഇവിടെ കൊണ്ടുവന്നു. ഇത് നമ്മൾ യുക്തിപൂർവ്വം നമ്മൾ ചെയ്യാവുന്ന കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു പ്ലസ് വൈറ്റിനെ കൊണ്ടുവന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഈ വൈറ്റിനെ അടിയിൽ നമുക്കറിയാം, ഇതാണ് അടിയിൽ വൈറ്റ് ഇട്ടാൽ ശ്രദ്ധിക്കണം. ഈ മഞ്ഞയുടെ ഓപ്പോസിറ്റ് വൈറ്റ് ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളിതെല്ലാം ചെയ്യാൻ പോണത്. ഓക്കെ, നമ്മൾ മഞ്ഞ മുകളിൽ പിടിച്ചു, വൈറ്റ് അടിയിൽ പിടിച്ചിട്ടാണ് ഈ വെള്ളയുടെ ഒരു ക്രോസ് കൂടെ കൊണ്ടുവന്നത്. ഇനി ഈ വെള്ളേനെ നമ്മൾ അടിയിലേക്ക് കൊണ്ടുവന്ന് ഈ വൈറ്റിന് കണക്ട് ചെയ്യും. എല്ലാ വെള്ളയും പീസുകളെയും നമ്മൾ അടിയിലേക്ക് കൊണ്ടുപോകണം. അതിന് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ വെള്ള പീസിൻ്റെ ഈ ഭാഗത്ത് നോക്കുക. ഇവിടെ നീലയാണ്. ഈ സെൻറ്റർ നീല ഏത് ഭാഗത്താണ് അവിടേക്ക് അത് മാച്ച് ചെയ്യിക്കുക. ഇവിടെ മാച്ച് ചെയ്തു. ഇതിനെ നമ്മൾ അടിയിലേക്ക് കൊണ്ടുപോവുക. 1 2 അടിയിലേക്ക് കൊണ്ടുവന്ന് ഈ വെള്ളമായിട്ട് മാച്ച് ചെയ്തു. ഇനി അടുത്തത് ഈ വെള്ള ഇത് ഓൾറെഡി ഇവിടെ മാച്ച് ആയിട്ട് ഇരിക്കുന്നുണ്ട്. മാച്ച് ആയില്ല, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിൽ നമുക്ക് അതിനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേണം അടിയിലേക്ക് ഇറക്കുക. ഇത് രണ്ടും മാച്ച് ചെയ്യിക്കണം കേട്ടോ. ഇനി ഇവിടെ കൊണ്ടുവന്നു അടിയിലേക്ക്. ഇനി പച്ച ഇവിടെ മാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. മാച്ച് ചെയ്തല്ല, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിനെ മാച്ച് ചെയ്യിക്കണം. മാച്ച് ചെയ്തിട്ട് അടിയിലേക്ക് ഇറക്കുക. ഇവിടെ പച്ച കൊണ്ടുവന്നു. ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു വൈറ്റ് പീസും കൂടി ഉണ്ട്. ഇത് റെഡായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. തിരിഞ്ഞിങ്ങോട്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് തിരിക്കാം. ബാക്കിലിരിക്കുകയാണെങ്കിലും എങ്ങനെയൊക്കെ തിരിച്ച് നമ്മുടെ യുക്തിപൂർവ്വം ഇതിനെ മാച്ച് ചെയ്തിട്ട് അടിയിലേക്ക് ഇറക്കുക. നമ്മൾ എല്ലാ വൈറ്റ് പീസിനെ അടിയിലേക്ക് ഇറക്കി ഒക്കെ മാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വൈറ്റിൻ്റെ ഒരു പെർഫെക്റ്റ് ഒരു പ്ലസ് ഇവിടെ കിട്ടി. അതിന് ശേഷം നമുക്കിനി ഈ 4 മൂലേനെയും വൈറ്റ് കൊണ്ടുവരണം. ഈ വൈറ്റ് ശരിയായ രീതിയിലാണ് ഇരിക്കുന്ന കാരണം ചിലപ്പോൾ കൊണ്ടുവരേണ്ട കാര്യമില്ലെങ്കിൽ കൂടി ഞാൻ ഈ വൈറ്റിനെ ഇവിടുന്ന് മാറ്റാം. നിങ്ങൾക്കൊരു ഇനി നമ്മൾക്ക് ഈ 4 വൈറ്റിനെ ഇവിടെ കൊണ്ടുവരണം. ചിലപ്പോൾ വൈറ്റ് പല ഭാഗത്താവും ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ ഈ 4 ഭാഗത്ത് വൈറ്റിനെ കൊണ്ടുവരുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. വീണ്ടും നമ്മൾ ഈ വൈറ്റ്
ഭാഗത്തിനെ കീഴ്പോട്ട് പിടിച്ച് ഇങ്ങനെ തന്നെ പിടിക്കാനുണ്ട് നമ്മളിപ്പോഴും. മഞ്ഞ മുകളിലായിട്ട് പിടിക്കണം. വൈറ്റിനെ ഈ ടോപ്പ് ലെയറിൻ്റെ ഈ സൈഡിൽ എവിടെയെങ്കിലും കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അടിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു വൈറ്റ് ഇരിക്കുന്നുണ്ട്. ഈ വൈറ്റിനെ നമ്മളിതിന് അടിയിലേക്ക് കൊണ്ടുപോകണം. അടിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ചെറിയൊരു സൂത്രമുണ്ട്. അതിന് ഈ വൈറ്റിൻ്റെ ചേർന്നിരിക്കുന്ന നിറം ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇത് ഓറഞ്ചാണ്. ഓറഞ്ച് ഈ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യിക്കണം. അപ്പോൾ വൈറ്റ് ഇവിടെ ഓറഞ്ച് സെൻറ്ററായിട്ട് മാച്ച് ചെയ്യണ ഭാഗം ഇവിടെ മാച്ച് ചെയ്യുന്നുണ്ട്. ഓറഞ്ച് ഈ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യിക്കണം ഈ വൈറ്റിനെ, എന്നാലും അടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാച്ച് ചെയ്യിച്ചു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഓറഞ്ച് ഈ സൈഡിലല്ല ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കണം. ഈ സൈഡിലേക്ക് തിരിച്ച് ഈ അടിയിലത്തെ ലെയറിൻ്റെ മുകളിലേക്ക് പൊക്കി വീണ്ടും ഇതിന് അതേ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് തിരിച്ചിറക്കുക. അപ്പോൾ ഈ വൈറ്റ് ഇവിടേക്ക് വന്നു. ഇനി ഏതാ വൈറ്റ് ഉള്ളത് നോക്കാം. നമുക്ക് ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. വൈറ്റിനെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് അടിയിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഈ മുകളിലുള്ള വൈറ്റ് നമുക്ക് അടിയിലേക്ക് ഇറക്കാം. ഈ ടോപ്പ് ലെയറിൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് വൈറ്റിനെ ഈ മൂലയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ഈ സൈഡ് പച്ച നിറയാണ്. അപ്പോൾ ഈ പച്ച നിറത്തിൻ്റെ സെൻറ്ററായിട്ട് നമ്മൾ അതിന് മാച്ച് ചെയ്യിക്കണം. ഈ പച്ചയായിട്ട് അത് മാച്ച് ചെയ്തു. ഇനി ഈ സൈഡിലാണ് പച്ചയായിട്ട് മാച്ച് ചെയ്തെങ്കിൽ നമ്മൾ ഇതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കണം. മുകൾ ഭാഗത്തിന് തിരിച്ചു, റൈറ്റിനെ മുകളിലേക്ക് പൊക്കി ഈ സൈഡിനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിൻ്റെ നമ്മൾ അടിയിലേക്ക് ഇറക്കി. അപ്പോൾ അടിയിലേക്ക് ഇവിടെ ഫില്ലായി. ഇനി ഈ രണ്ട് ഭാഗം കൂടി വെള്ളം കൊണ്ടുവരണം. ഈ ലെയർ ഇവിടെ കിട്ടണം. നമുക്ക് കിട്ടുക വൈറ്റ് ഇപ്പം മുകളിലാണ് വൈറ്റ് കിട്ടിയെങ്കിൽ നമുക്ക് അതിന് താഴെ ഇറക്കാൻ ഒരു എളുപ്പവിദ്യയുണ്ട്. നമുക്കതിനെ ഇങ്ങോട്ട് തിരിക്കാം. വെള്ളം ഇങ്ങോട്ട് വന്നല്ലോ. നമ്മളിതിനെ തിരിച്ച് നോക്കിയിട്ട് ഇത് നമ്മുടെ ഇവിടെ പോവാതിരിക്കും വീണ്ടും തിരിച്ചിങ്ങോട്ട് ഇറക്കണം കേട്ടോ. ഓക്കെ. നോക്കുമ്പോൾ ഇവിടെ വൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നീലയാണ്. അപ്പോൾ നീല സെൻറ്ററായിട്ട് മാച്ച് ചെയ്യിക്കണം. നീല അതേ സെൻറ്ററായിട്ട് മാച്ച് ചെയ്തു. ഈ സൈഡിലാണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇങ്ങോട്ടാണ് തിരിച്ചത്. ഈ സൈഡിലാണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തിരിക്കണം. ഓപ്പോസിറ്റ് തിരിക്കുക. ഈ ഭാഗം മുകളിലേക്ക് തിരിച്ച് ഇതേമാതിരി തന്നെ തിരിക്കുക. ഇത് അടിയിലേക്ക് ഇറക്കുക. അപ്പോൾ വെള്ളം അടിയിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി വൈറ്റ് നമുക്ക് നോക്കാം. ഒരു ഭാഗം കുടിച്ച് ഒരു വൈറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വൈറ്റ് ഇങ്ങനെ അടിയിലേക്ക് കൊണ്ടുവരണം. അടിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്തല്ലേ വൈറ്റ് വരേണ്ടത്. അപ്പോൾ നമ്മളതിൻ്റെ ഈ ഭാഗത്തേക്ക് ഇതിനെ പിടിക്കാം. ഈ ഭാഗത്തേക്ക് പിടിച്ചിട്ട് ഈ നീലയോടായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി തന്നെ. അപ്പോൾ നമ്മളിതിനെ ഇടത്തോട്ട് തിരിച്ച് റൈറ്റ് സൈഡിൻ്റെ മുകളിലേക്ക് തിരിച്ച് ഈ ഭാഗത്തിന് വീണ്ടും തിരിച്ച് റിട്ടേൺ അടിച്ച് ഇതിനടിയിലേക്ക് ഇറക്കുക. അപ്പോൾ നമ്മൾക്ക് വെള്ള പീസ് എല്ലാ കോർണറിലും ജോയിൻ്റായി. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലെയർ ക്ലിയറായി കിട്ടും. ഫസ്റ്റ് ലെയർ ക്ലിയറായി. ക്യൂബിൻ്റെ ഫസ്റ്റ് ലെയർ ക്ലിയറായി. വേണൊരു ടീ എന്ന് പറയാം. തിരിച്ചും ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ടീ പോലെ കിട്ടില്ല. നമുക്ക് ടീ പോലെ ഇങ്ങനെ കിട്ടണം. ഇതാണ് ഒരു നല്ലൊരു ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമ്മൾക്ക് സെക്കൻഡ് ലെയർ ശരിയാക്കണം. ഈ സെക്കൻഡ് ലെയർ ശരിയാക്കണം. ഫസ്റ്റ് ലെയർ ശരിയായി, സെക്കൻഡ് ലെയർ ശരിയാക്കണം. ഈ സെക്കൻഡ് ലെയർ ശരിയാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ ഈ മുകൾ ഭാഗത്ത് മഞ്ഞയില്ലാത്ത സെൻറ്റർ പീസുകൾ ഏതൊക്കെയാണ് നോക്കാം. ഇപ്പോൾ ഇവിടെ മഞ്ഞയുണ്ട്, ഈ സെൻറ്റർ പീസ് എടുക്കാൻ പറ്റില്ല. ഇവിടെ മഞ്ഞയില്ല, ഈ സെൻറ്റർ പീസ് എടുക്കാം. ഇവിടെ മഞ്ഞയില്ല, സെൻറ്റർ പീസ് എടുക്കാം. ഇവിടെ മഞ്ഞയുണ്ട്. മഞ്ഞയില്ലാത്ത സെൻറ്റർ പീസുകളെ ഏതൊക്കെയാണ് ആദ്യം നോക്കാം. അപ്പോൾ മഞ്ഞയില്ലാത്ത സെൻറ്റർ പീസ്, ഇത് മഞ്ഞയില്ലാത്ത സെൻറ്റർ പീസാണ്. സെക്കൻഡ് ലെയർ ശരിയാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മഞ്ഞയില്ലാത്ത സെൻറ്റർ പീസ് എടുത്തു. ഇത് നീലയാണ്. നീലയായിട്ട് മാച്ച് ചെയ്യിക്കണം ആദ്യം. നീലയായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിലേത് നിറം നോക്കണം. ഇവിടെ ഓറഞ്ചാണ്. ഓറഞ്ച് ഈ സൈഡിലാണ് ഓറഞ്ച്. അതുകൊണ്ട് നമ്മളിതിനെ ഈ ടോപ്പ് ലെയറിനെ നമ്മൾ ഇങ്ങോട്ട് തിരിക്കണം. ഓക്കെ. ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തിന് നമ്മൾ മുകളിലേക്ക് പൊക്കണം. തിരിച്ച് നമ്മളിതിനെ റിട്ടേൺ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിലേക്ക് തന്നെ ഇറക്കണം. അപ്പോൾ നമ്മളൊരു വൈറ്റ് മുകളിലേക്ക് വന്നിട്ടുണ്ടാവും. വൈറ്റ് മുകളിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ ചെയ്ത ഒരു സൂത്രം ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ നീലായിട്ട് നമുക്ക് ഇവിടെ മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കറിയാം വൈറ്റിനെ അടിയിലേക്ക് ഇറക്കാൻ. ഇടത്തോട്ട് തിരിച്ച് റൈറ്റിനെ മുകളിലേക്ക് തിരിച്ച് വീണ്ടും അതിനെ വലത്തോട്ട് തിരിച്ച്
പിന്നെ അടിയിലിറക്കിയപ്പോൾ ആ മുകളിലേക്ക് പോയ വെള്ള അടിയിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ സെക്കൻഡ് ലെയർ ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ലെയർ റെഡിയാക്കുന്ന മെത്തേഡാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വൈറ്റ് മുകളിലേക്ക് പോയാൽ താഴെ ഇറക്കാൻ നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം. ഇനി ഏതാണ് വെള്ളമില്ലാത്ത ഏതെങ്കിലും പീസുണ്ടോ, മഞ്ഞ ഇല്ലാത്ത ഏതെങ്കിലും സെൻറ്റർ പീസ് ഉണ്ടോ നോക്കാം. ഇവിടെ മഞ്ഞയുണ്ട്, ഇത് എടുക്കണ്ട. ഇവിടെ മഞ്ഞയുണ്ട്, ഇത് എടുക്കണ്ട. ഇവിടെ മഞ്ഞയില്ല. ഇവിടെ 2 സെൻറ്റർ പീസുകളിൽ മഞ്ഞയില്ല. അപ്പോൾ അതാണ് നമ്മൾ എടുക്കേണ്ടത് സെക്കൻഡ് ലെയർ ശരിയാക്കാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ ഓറഞ്ചാണ്. ഇപ്പോൾ ഓറഞ്ചായിട്ട് നമ്മൾ മാച്ച് ചെയ്യിച്ചു. ഇതിൻ്റെ ടോപ്പ് പച്ച, ഇപ്പോൾ ഇവിടെ പച്ചയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിക്കണം. ഈ ഭാഗത്തിൻ്റെ മുകളിലേക്ക് തിരിക്കുക. ഇതിനെ തിരിച്ചിങ്ങോട്ട് ഇറക്കുക. ഇതിനെ റിവേഴ്സ് അടിക്കുക. അപ്പോൾ നമ്മളൊരു വൈറ്റ് ഇങ്ങോട്ട് മുകളിലോട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. വൈറ്റ് നമുക്ക് താഴെ ഇറക്കാൻ നമുക്കറിയാം. വൈറ്റിൻ്റെ ഈ സൈഡിൽ ഓറഞ്ചാണ്. ഓറഞ്ച് ഇതായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സൈഡിലേക്ക് തിരിക്കും. ഇതിന് മുകളിലേക്ക് പോക്കുക. ഇതിനെ തിരിച്ച് ഇറക്കുക. ഇതിനെ തിരിച്ച് ഇങ്ങോട്ട് തിരിക്കുക. പിന്നെ ഇതിനടിയിലേക്ക് ഇറക്കുക. അപ്പോൾ വീണ്ടും ആ വെള്ളപടിക്ക് വന്നു. സെക്കൻഡ് ലെയർ ഇത് ശരിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി മഞ്ഞയില്ലാത്ത ഏതെങ്കിലും പീസുണ്ടോ, സെൻറ്റർ പീസുണ്ടോ. ഇവിടെ മഞ്ഞയുണ്ട്, ഇവിടെ മഞ്ഞയുണ്ട്, ഇവിടെ മഞ്ഞയുണ്ട്, ഇവിടെ മഞ്ഞയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മൾക്ക് ഒരു വെള്ളേനെ മുകളിലേക്ക് പൊക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഈ ഒരു മഞ്ഞ ഇവിടെ ഇല്ലാത്ത പീസുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം മഞ്ഞ ഉള്ളത് തന്നെ പറഞ്ഞെടുക്കും ലാസ്റ്റ്. ഈ പച്ച മുകളിലാണെങ്കിൽ ഇവിടെ പച്ചയല്ലേ, അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ പച്ച, ഇവിടെ മുകളിൽ പച്ചയാണെങ്കിൽ നമ്മൾ നേരത്തെ മഞ്ഞയില്ലാത്ത പീസ് തന്നെ ചെയ്തു. പക്ഷെ ഇപ്പോൾ മഞ്ഞയില്ലാത്ത പീസ് കിട്ടാനില്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ പീസ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു വെള്ളനെ മുകളിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഇവിടെ കറക്റ്റ് മഞ്ഞയില്ലാത്ത ഒരു പീസ് കിട്ടും നമ്മൾക്ക്. അതിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ ഈ പച്ച ഇവിടെ പച്ചയില്ല, അപ്പോൾ നമ്മൾ ഇടത്തോട്ട് തിരിച്ച് മുകളിലേക്ക് നോക്കി ഇതിനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ജനാടിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു വെള്ള മുകളിലേക്ക് കയറി വന്നു. വെള്ള മുകളിലേക്ക് കയറി വന്നാൽ നമുക്കറിയാം ഈ റെഡ് മാച്ച് ചെയ്തു. അതിന് ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങോട്ട് തിരിച്ചു, ഇങ്ങോട്ട് കൊണ്ടുവന്ന് തിരിച്ചിറക്കി. വെള്ള വീണ്ടും അടിയിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇനി മഞ്ഞയില്ലാത്ത ഏതെങ്കിലും പീസ് ഉണ്ടോയെന്ന് നോക്കാം. അതെ, മഞ്ഞയില്ലാത്തൊരു പീസ് കിട്ടി നമുക്ക്. ഈ സെക്കൻഡ് ലെയർ ശരിയാക്കാനാണ് കേട്ടോ. ഇപ്പോൾ ഒരു മഞ്ഞയില്ലാത്ത പീസ് കിട്ടി. അപ്പോൾ നമുക്ക് ഈ റെഡിനെ മാച്ച് ചെയ്യിക്കണം. റെഡിനെ ഇവിടെ മാച്ച് ചെയ്തു. ഇവിടെ നീലയാണ്, ഇവിടെയാണ് നീല ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് തിരിച്ചു. ലെഫ്റ്റിനെ മുകളിലേക്ക് പൊക്കി കൊണ്ടുവന്നു. ടോപ്പിനെ ഇടത്തോട്ട് തിരിച്ചു. ലെഫ്റ്റിനെ അടിയിലേക്ക് ഇറക്കി. ഇപ്പോൾ ഒരു വെള്ളം മുകളിലേക്ക് പോയിട്ടുണ്ടാവും, അതിനെ താഴേക്ക് ഇറക്കാൻ നമുക്കറിയാം. ഈ സൈഡ് റെഡാണ്, റെഡായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിതിനെ ഇങ്ങോട്ട് തിരിച്ച് നമ്മൾ ആദ്യം ചെയ്തിരുന്നത് മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് സെക്കൻഡ് ലെയർ ഏകദേശം റെഡിയായി. ഇവിടെയും കൂടി ശരിയാവാനുണ്ട്. അപ്പോൾ നമുക്ക് മഞ്ഞയില്ലാത്ത ഏതെങ്കിലും പീസ് ഉണ്ടെന്ന് നോക്കാം. മഞ്ഞയില്ലാത്തത് ഒരു പീസ് കൂടി ഉണ്ട്. അതിന് നമ്മൾ റെഡിനെ മാച്ച് ചെയ്യിക്കണം. റെഡിനെ മാച്ച് ചെയ്യിച്ചു. ഇവിടെ പച്ചയാണ്, ഇവിടെ പച്ചയാണ്. ഇപ്പോൾ നമ്മൾ പച്ച ഇവിടെ കാരണം നമ്മളെ ഇടത്തോട്ട് തിരിച്ചു, ലെഫ്റ്റിലേക്ക് തിരിച്ചു. ഇത് റൈറ്റ് ലെയറിന് മുകളിലേക്ക്, ടോപ്പ് ലെയറിനെ നമ്മൾ റിവേഴ്സ് വീണ്ടും തിരിച്ചു. ഇതിന് നമ്മൾ താഴേക്ക് ഇറക്കി. ഇപ്പോൾ നമ്മളൊരു വെള്ളം മുകളിലേക്ക് പോയിട്ടുണ്ടാവും. വെള്ളേനെ കീഴ്പോട്ട് കൊണ്ടുവരാൻ നമുക്കറിയാം. റെഡും ഇവിടെ മാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളതിന് റൈറ്റിലോട്ട് തിരിച്ചു. ലെഫ്റ്റ് ഈ ലെയറിനെ നമ്മൾ മുകളിലേക്ക് പോക്കി. ടോപ്പ് ലെയറിനെ നമ്മൾ ഇടത്തോട്ട് തിരിച്ചുകൊണ്ട് കൊണ്ടുവന്നപ്പോൾ വെള്ളം അടിയിലേക്ക് വന്നു. അപ്പോൾ നമുക്കിവിടെ ഏകദേശം സെക്കൻഡ് ലെയർ റെഡിയായി. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും വെള്ള അടിയിലും മഞ്ഞ മുകളിലായിട്ടാണ് പിടിച്ചിട്ട് ചെയ്യണത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്കൊരു മഞ്ഞയുടെ ഒരു പ്ലസ് ഇങ്ങോട്ട് കൊണ്ടുവരണം. മഞ്ഞയുടെ ഒരു പ്ലസ് ഇങ്ങനെ ഉണ്ടാക്കണം. ചിലവർക്ക് ഇങ്ങനെ ജെ പോലെ കിട്ടും, ചിലവർക്ക് ഇങ്ങനെ കിട്ടാം, ചിലർക്ക് തന്നെ പ്ലസ് ആയിട്ട് കിട്ടും. ജെ പോലെ കിട്ടിയാലും ലൈനായിട്ട് കിട്ടിയാലും ചെയ്യേണ്ടത് ഒരേ ഫോർമുലയാണ്. അപ്പോൾ നമുക്ക് ജെ പോലെ കിട്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഫോർമുല ചെയ്താൽ ലൈൻ കിട്ടും. ലൈൻ കിട്ടിയിട്ടുള്ള ആൾക്കാർ ഫോർമുല ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലസ് കിട്ടും. ഈ മഞ്ഞയുടെ പ്ലസ് കിട്ടാനാണ് നമുക്കിനി അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മളതിന് ചെയ്യാനുള്ളത് ഈ ലൈനെ നമ്മൾ ഫേസ് ചെയ്ത് നമുക്ക് ഫേസ് ചെയ്ത് പിടിക്കണം. ഇങ്ങനെ പിടിക്കണം. ഫേസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ ഭാഗം ഫ്രണ്ട് ഭാഗത്തിനെ റൈറ്റിലേക്ക് തിരിച്ച് റൈറ്റ് ഭാഗത്തിനെ അപ്പോൾ വെള്ളം മൊത്തം കൊണ്ട് കയറി വരും കേട്ടോ.
റൈറ്റ് ഭാഗത്തിന് മുകളിലേക്ക് തിരിച്ചു, ഈ ടോപ്പിനെ ഇടത് ഭാഗത്തേക്ക് തിരിച്ചു, റൈറ്റിനെ താഴേക്ക് ഇറക്കി, ടോപ്പിനെ റൈറ്റിലേക്ക് തിരിച്ചു, ഫ്രണ്ട് ഭാഗത്തിന് അടിയിലേക്ക് തിരിച്ചു. നല്ല വെള്ളം അടിയിലേക്ക് പോകുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്തായി, ഒരു മഞ്ഞയുടെ ഒരു പ്ലസ് കിട്ടി. മഞ്ഞയുടെ ഒരു പ്ലസ് കിട്ടി. ഈ പ്ലസ് കിട്ടാനാണ് നമ്മൾ ഈ ഫോർമുല ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് സൈഡ് ഇങ്ങനെ മാച്ചായിട്ട് വരണം, ഏതെങ്കിലും രണ്ട് സൈഡ്, എന്നാലും നമുക്കത് ഫില്ലാവുള്ളൂ. നോക്കുമ്പോൾ രണ്ട് സൈഡും ഒരു സൈഡും മാച്ചായിട്ടില്ല. നമുക്ക് തിരിച്ചൊക്കെ നോക്കാം. അങ്ങനെ ഇവിടെ മാച്ചാക്കാം, ഇവിടെ മാച്ചായിട്ടില്ല, ഇവിടെ മാച്ചായിട്ടില്ല, ഇവിടെ മാച്ചായിട്ടില്ല. അങ്ങോട്ട് നമുക്ക് തിരിച്ചിങ്ങനെ നോക്കാം. ഇപ്പം ഇവിടെ മാച്ചായിട്ടുണ്ട്, ഇവിടെ മാച്ചായിട്ടില്ല. ഓപ്പോസിറ്റ് സൈഡിലാണ് മാച്ചായിരിക്കുന്നത്. അടുപ്പിച്ച് മാച്ചായി കിട്ടണില്ല. നമുക്ക് നോക്കാം നോടി. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് നോക്കുമ്പോൾ നമുക്ക് അതേ ഇവിടെ മാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, ഇവിടെ മാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, ഇവിടെ കിട്ടിയിട്ടില്ല, ഇവിടെ കിട്ടിയിട്ടില്ല. ഓക്കെ, രണ്ട് സൈഡും മാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, ഈ സൈഡും ഈ സൈഡും. രണ്ട് സൈഡും മാച്ച് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇങ്ങനെ പിടിക്കാം. നമുക്ക് ഫേസ് ചെയ്തിട്ട് ഈ മാച്ച് ചെയ്ത ഒരു സൈഡ് റൈറ്റ് സൈഡും ഒരു സൈഡ് ബാക്കിലായിട്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് അടുത്ത സൂത്രം ചെയ്ത് അടുത്ത ഫോർമുല ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് 4 സൈഡും മാച്ച് ചെയ്ത് കിട്ടും. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് അപ്പ്, ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് ഡൗൺ, ടോപ്പ് വീണ്ടും ലെഫ്റ്റ്, റൈറ്റ് അപ്പ്, ടോപ്പ് 2 പ്രാവശ്യം ലെഫ്റ്റ് 1 2, ഇനി റൈറ്റ് ഡൗൺ, ടോപ്പ് ഒരു പ്രാവശ്യം ലെഫ്റ്റ്. അപ്പോൾ നമുക്ക് 4 സൈഡും ഏകദേശം കണ്ട മാച്ച് ചെയ്ത് കിട്ടും. ഈ സൈഡ് മാച്ച് ചെയ്ത് കിട്ടി, ഈ സൈഡ് മാച്ച് ചെയ്ത് കിട്ടി, ഈ സൈഡ് മാച്ച് ചെയ്ത് കിട്ടി, ഈ സൈഡ് മാച്ച് ചെയ്ത് കിട്ടി. 4 സൈഡും മാച്ച് ചെയ്ത് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഏതെങ്കിലും കോർണർ ശരിയായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഈ കോർണർ ഓൾറെഡി കറക്റ്റായി. ഈ കോർണർ ശരിയായിട്ടില്ല, കണ്ട. അപ്പോൾ ഇവിടെ റെഡ് വന്നു, ഇത് ശരിയായിട്ടില്ല. ഇവിടെ പച്ച വന്നു, ശരിയായിട്ടില്ല. ഈ മൂല ഏകദേശം ശരിയല്ല, ഇത് ഏകദേശം ശരിയല്ല, ഇത് പെർഫെക്റ്റായിട്ട് ശരിയായി, ഇതും ശരിയല്ല. അപ്പം നമ്മൾക്കിനി മൂലകളെല്ലാം ശരിയാക്കണം, ഏകദേശം ശരിയാക്കണം. അപ്പം നമ്മൾ ഏകദേശം ശരിയായിട്ടുള്ള ഒരു മൂല കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഈ മൂലയും ഏകദേശം ശരിയായിട്ടില്ല. അപ്പോൾ ഇത് ശരിയായി. എന്നാൽ അങ്ങനെ ഏകദേശം ശരിയായതോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളതോ ഒരു കോർണർ പിടിച്ചിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ഏകദേശം ശരിയായിട്ടുള്ള ഈ റൈറ്റ് സൈഡിൽ പിടിച്ചിട്ടാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് ചെയ്യേണ്ട ഒരു ചെറിയ സൂത്രവാക്യം ഇതാണ്: ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് അപ്പ്, ടോപ്പ് റൈറ്റ്, ലെഫ്റ്റ് അപ്പ്, ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ് ഡൗൺ, ടോപ്പ് റൈറ്റ്, ലെഫ്റ്റ് ഡൗൺ. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി. ഇപ്പോൾ നമ്മുടെ ക്യൂബ് സോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് പല രീതിയിൽ വരും. ഇപ്പോൾ ഇതൊരു സ്റ്റെപ്പ്. ഇനി ഇതിൽ വേറെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ എനിക്കത് പെട്ടെന്ന് കിട്ടി. ഞാനത് അതിൻ്റെ കമൻസിലിടാം. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ചില പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്നത് എന്തൊക്കെയാണ് ഞാൻ അതിലിടാം. എങ്കിൽ കൂടി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് എളുപ്പം സാധിക്കും. എനിക്കിപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയായി. നിങ്ങൾക്ക് വളരെ സ്പീഡിൽ ചെയ്യാൻ സാധിക്കും. പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മിനിറ്റുകൾക്ക് ഉള്ളിലും അതുപോലെ സെക്കൻഡുകൾക്കുള്ളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.